ഹലോ ഗായ്സ്, നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഓക്കെ ഗായ്സ്, നമ്മൾ കഴിഞ്ഞ ദിവസമല്ല കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നേ. നമ്മളെ മാരുതി ഇടിച്ചൊരു കാര്യം, എന്നിട്ട് നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു കാര്യം നമ്മൾ വീഡിയോ ഇട്ടിരുന്നത്. ഇന്നെന്തായാലും മാരുതിയും കാര്യങ്ങളൊക്കെ ശരിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് വാങ്ങാൻ പോവുകയാണ്. നമ്മളെ പുതിയ ഫോർച്യൂണറിലാണ് കേട്ടോ പോകുന്നത്. നമ്മൾ കാണിച്ചരാ, ഇതാണ് നമ്മളെ ഫോർച്യൂണറിൻ്റെ വൈറ്റ് കളർ ഫോർച്യൂണറിനെയാണ് കണ്ടാ. ഇതിൻ്റെ അലോയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നമുക്ക് എന്തായാലും വണ്ടി ഉള്ളിൽ കയറാം. വണ്ടി സ്റ്റാർട്ടാക്കട്ടെ. വാ, അങ്ങനെ നമ്മൾ റിവേഴ്സ് ക്യാമറ ഒന്ന് കാണിച്ചു തരാം. കണ്ട ഗൈസ്, ഇതാണ് നമ്മൾ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, പിന്നെ 1 നമ്പർ ഡിക്ക് തുറക്കും, ഡോറും തുറക്കും. രണ്ട് ഈ ഉള്ളിലത്തെ ചില്ലും കാര്യങ്ങളൊക്കെ തുറക്കും കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ വണ്ടി എടുത്തിട്ട് പോവാം. സ്ഥലം കാലിയാക്കണം നമുക്ക് ഇവിടുന്ന്. നമുക്ക് ഇനി കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അങ്ങോട്ട് എത്താൻ. നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മളെ വില്ലേജ് സൈഡ് ഉണ്ട്, അവിടുത്തെ വർക്ക്ഷോപ്പിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകണം ആദ്യം. ഓക്കെ, വണ്ടിക്ക് പേര് സ്പീഡാണ് കേട്ടോ. ജസ്റ്റ് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ പേര് സ്പീഡാണ് കണ്ട. ഇന്നോവയാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പറക്കേണ്ട കയറുന്ന ഇന്നോവ. ഓക്കെ, നമുക്ക് എന്ത് സിഗ്നല്, ഓരോടെ സിഗ്നലിൽ നിൽക്കും. നമുക്ക് സിഗ്നലൊന്നും പ്രശ്നമല്ല ഗൈസ്. നമുക്ക് എന്താ നേരെ ഞാൻ പറപ്പിച്ച് വിടാം. അതിന് മുമ്പ് എല്ലാവരും ഇത് സബ്സ്ക്രൈബൊക്കെ ചെയ്തോളിട്ടോ, അത് പ്രത്യേകിച്ച് പറയണം. ഓക്കെ, പിന്നെ നമ്മൾ സെക്കൻഡ് ചാനലുണ്ട്, അത് നമ്മൾ മെയിൻ ചാനലിൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ചാനൽ മൈ സെക്കൻഡ് ചാനൽ എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോണ്ടി. ഓക്കെ, നമുക്ക് എന്താ നേരെ പറപ്പിച്ചിട്ട് വിടാം കേട്ടോ. അത്യാവശ്യം ഇവിടുന്ന് കുറച്ച് അധികം ദൂരം ഉണ്ടെന്ന് പറയാം, പക്ഷേ ഇങ്ങനത്തെ റോഡായതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇവിടെ നമ്മളോട് ലെഫ്റ്റ് കണ്ടെടുക്കാൻ പറയണത്. ലെഫ്റ്റ് പറഞ്ഞ ഷോർട്ട് കട്ടാണ്. അവിടെ കയറണം എന്നുണ്ടെങ്കിൽ എന്തോ പൈസ ഒക്കെ കൊടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടെത്തും. കണ്ടോ, നേരെ അങ്ങോട്ടെത്തും. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലാണ് റോഡുണ്ട്, അതാണ് അങ്ങനെ പോയാൽ വരുന്ന റോഡ്. മോനെ, ഇതെന്താ ഇവിടെ സാധനം? എടാ, ഞാൻ ഇത്രയും കാലം ഈ റോട്ടുമ്പോൾ പോയിട്ട് ഇത് ആദ്യമായിട്ട് കാണുന്നത്. ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടല്ലേ ഇവിടെ. ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ നിന്ന് നേരെ പോവാം. പ്രത്യേകിച്ച് മഴ പെയ്യുന്നുണ്ട്. ഇതിന് വൈപ്പറാണ് കേട്ടോ മോനെ രസം. ഇതൊക്കെ അപ്പുറത്തേക്കാണ് വൈപ്പർ. എന്തോ വൈപ്പർ വെച്ച് മോഡിൽ വൈപ്പർ വെച്ചോ എന്തോ ശരിയായിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഈ വൈപ്പർ ഒന്ന് തിരിച്ചിങ്ങോട്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്തെങ്കിലും ആവട്ടെ, നമുക്കെന്തായാലും പറപ്പിച്ചിട്ട് വിടാം. ഓക്കെ, ഇതിപ്പോൾ 2 വേ റോഡാണ് കേട്ടോ. നമുക്ക് 2 സ്ഥലത്തുകൂടി പോവുക. മറ്റേത് 3 വേ റോഡിൻ്റെ ഹൈവേ മരിക്കത്ത്. ഇതിനിപ്പോൾ എന്താ 3 വേ? എന്താ ഇത് ഹൈവേ ഉണ്ടാ. ഇത് സ്ലോ മെല്ലെ പോകാനുള്ളവർക്ക്, ലോറിക്കാർക്കൊക്കെ ഇത് ഇച്ചിരി മീഡിയം സ്പീഡ്. ഇത് ഹൈ സ്പീഡ്. നമുക്ക് ഹൈ സ്പീഡ് മതി. പുറത്ത് വണ്ടിക്കാരുണ്ട്, അപ്പം നമുക്ക് മീഡിയം സ്പീഡ് ഇറങ്ങണം. അടുത്ത ഒറ്റച്ചാട്ടം അങ്ങോട്ട്, ഒറ്റച്ചാട്ടം ഇങ്ങോട്ട്. എന്താ സിമ്പിളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണാട്ടാ. ഗൈസ്, നമ്മളെന്തായാലും വില്ലേജ് സൈഡിലും വെള്ളക്ക് എത്തിയിട്ടാ. ഓക്കെ, നന്നായി ഇവിടെ എത്തിയത് കണ്ട. പെട്ടെന്ന് എത്തുമ്പോൾ അതാണ് സിമ്പിൾ. നമുക്കെന്തായാലും നമ്മളെ വർക്ക്ഷോപ്പിൻ്റെ അടുക്ക് പോവാം. നല്ല പാട്ട് ഗൈസ്. ഞാൻ ആലോചിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ചാലോ. കാരണം എന്താ വെച്ചാൽ ഇതിൽ ബ്ലൂടൂത്ത് സ്പീക്കർ ഇപ്പോൾ നിലവിലില്ല, മാപ്പ് മാത്രം നമുക്കുള്ളൂ. സാധനം ഉണ്ട് ഇതിൽ, പക്ഷേ സ്പീക്കർ ഇല്ല ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. നമുക്ക് വണ്ടി ഇത് അവിടെ അങ്ങോട്ട് നിർത്തിയിടാം. വേണ്ട, കുറച്ചും കൂടെ നിർത്തിടാം. അവിടെ കൊണ്ട് നിർത്തിടാം. നമുക്ക് ഇവിടെ നിർത്തിടാം. ഇതാകുമ്പോൾ ആരും എടുത്തുകൊണ്ട് പോകില്ല. ആരും എടുത്തുകൊണ്ട് പോകില്ല. ഈ വില്ലേജ് സൈഡിൽ പ്രത്യേകിച്ച് കള്ളന്മാരൊന്നും ഇല്ല കേട്ടോ. ലൈറ്റ് ഓഫ് ആക്കട്ടെ. വണ്ടി ഓഫ് ആക്കി. നമുക്ക് എന്തായാലും നേരെ നടന്നിട്ട് പോവാം. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ നടന്ന് പോകട്ടെ. ഗൈസ്, നമ്മളെ വണ്ടി അവിടെ ഉണ്ടുള്ളത്. നമ്മളെ വണ്ടി കാണുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബൊക്കെ ചെയ്തോളി. പിന്നെ നമ്മളെ സെക്കൻഡ് ചാനൽ നമ്മൾ മെയിൻ ചാനലിൻ്റെ ഉള്ളിലുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടി സബ്സ്ക്രൈബ് ചെയ്തോളി. എടാ മോനെ, വണ്ടി മൊത്തം ശരിയാക്കിട്ടാ.
ഓക്കെ, ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട്, അത് പോയി കണ്ടു നോക്കി. ഇങ്ങോട്ട് ഇത് കാണുക. ഓക്കെ, സീനാക്കി. ഇതൊന്നും ഇങ്ങനെ ഇട്ടിക്കണ്. ഓ, അത് ക്ലീനിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇട്ടാൻ കേട്ടോ. ഓ മോനെ, നമുക്ക് എന്തായാലും ഡോറൊക്കെ ഒന്ന് അടക്കാം. ഓ ഡാ വണ്ടി സീനാക്കിന്, പക്ക സീനാക്കി വെച്ചോളൂ. ഓ എൻ്റെ പൊന്നെ, വണ്ടി ഓണാക്കട്ടെ. ഓ, അന്ന് എങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു, മൊത്തം ഇടിച്ച് തവിട് പൊടിയായിട്ടായിരുന്നു. തോല് ശരിയാക്കി മൊത്തം എടുത്തിട്ട്. ആക്ച്വലി ഞാനിപ്പോൾ ഈ വണ്ടി കൊടുത്തിട്ട് തന്നെ 1 മാസമായി. അതും വേറൊരു കാര്യം. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ ഒരു സീക്രട്ട് കാര്യമുണ്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാലേ, നമ്മളെ ബസ് സിമുലേറ്ററിൽ ആരും അറിയാത്തൊരു സീക്രട്ടാണ് ഈ കാണുന്നത്. ഇതിലൊരു വഴി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പോവാം. ഇത് കണ്ട ഗൈസ് നിങ്ങൾ, മൊത്തത്തിലെ ശവക്കല്ലറ കണ്ട. ആരും ഇതുവരെയും കാണാത്തൊരു അപ്ഡേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. മാപ്പ് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചുതരാം. അവൻ്റെ പൊന്നെ കണ്ട, സീനല്ലേ. ഓൻ്റെ പൊന്നെ, വേറൊരു ഇതും കൂടി ഉണ്ട് സീക്രട്ട്. ഇവിടെ ഫുട്ബോൾ കളിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ ഫുട്ബോൾ ഇല്ലേ ഉള്ളൂ. ഞാൻ കാണിച്ചുതരാം. നേരെ ഇവിടെ നിന്ന് താഴത്ത് കയറാം. ഓ കിഡിലോസ്കി ബ്രേക്കൊക്കെ ഉണ്ട് അതിന്. ബ്രേക്കിൻ്റെ കാര്യമൊന്നും പറയേ വേണ്ട, സീം ബ്രേക്കാണ്. തട്ടാതെ വണ്ടീൻ്റെ അടി തട്ടും തോന്നുന്നുണ്ട് ഗൈസ്. ഓ എൻ്റെ പൊന്നെ, അടി. ഓ കണ്ട ഗൈസ്. ഇനി നമുക്ക് വേറെ സീക്രട്ടും കൂടി കണ്ടേ. അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കയറണം. ഇങ്ങനെ കയറുമ്പോൾ ഇതാ മോനെ ഫുട്ബോൾ കോട്ട്. അപ്പോൾ ഈ മാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെ മാപ്പ് കയറുന്നത് ഫ്രീ മോഡ് എടുക്കുക. ഫ്രീ മോഡ് എടുക്കുമ്പോൾ ഇതാ ഇവിടെ കാണാം ബിഡിങ് ടു സിർബോൺ. ഇതാ ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഇതാ ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ കറക്റ്റ് അങ്ങനെ മാർക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഗോന്ന് കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എന്തായാലും ഇത്ര വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.